ശ്രീ എ പ്രഭാകരൻ, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ഏറെ ദുരൂഹതകളും അതിലേറെ അവാസ്തവവും നിറഞ്ഞ ഒരു ബഡ്ജറ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നു. ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ സംബന്ധിച്ചു തികച്ചും അടിസ്ഥാനരഹിതമായ ഭീതി പരത്താനും അതുവഴി തങ്ങളുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ ഒളിച്ചു കടത്താനുമാണ് ഇപ്പോൾ UDF സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കൂടിയാണല്ലോ. അദ്ദേഹം ഇവിടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുമ്പോൾ പല പ്രഖ്യാപനങ്ങളും ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെയും വിമർശിച്ചപ്പോൾ തീർച്ചയായും അദ്ദേഹം രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയുള്ള സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതാകെ ആസ്ഥാനത്തായി എന്നുള്ളതാണ് വസ്തുത. ഈ ധവളപത്രത്തിലൂടെയും പുതുക്കിയ ബഡ്ജറ്റിൻ്റെ ആമുഖ ഭാഗവും കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ കേരളം അഗാധമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഈ ബഡ്ജറ്റിൽ അദ്ദേഹം മികവ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ തികച്ചും വിരോധാഭാസമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും അപകടാവസ്ഥയിലല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബഡ്ജറ്റിന് മുമ്പ് തന്നെ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞത്. സാമ്പത്തിക തകർച്ച എന്ന വാദത്തിന് ഒരു കഴമ്പുമില്ല. മാത്രമല്ല, ബഹുമാന്യനായ ശ്രീമാൻ AK ആൻ്റണി ആകെ സാമ്പത്തിക തകർച്ചയിലാണ്, മുടുക്കി ഉറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞു. സാധാരണഗതിയിൽ പുതുതായി ഒരു മുഖ്യമന്ത്രി ചുമതലയേറ്റ് ഒരു വലിയ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രമാണിയായ ഒരു നേതാവിനെ കാണാൻ പോകുമ്പോൾ ഇതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണെന്നാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പും പലതവണ അദ്ദേഹം ഇത് ആവർത്തിച്ചതാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധം അദ്ദേഹത്തിന് തീരില്ല എന്നതിൻ്റെ ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പലതവണ അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100 കൊല്ലം അധികാരത്തിൽ വരില്ല എന്ന രീതിയിൽ ശപിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ അത് രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി പോയിട്ട് അദ്ദേഹത്തിൻ്റെ പുതുതായിട്ട് ചാർജ് എടുത്ത മുഖ്യമന്ത്രി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തുമാത്രം ഈ കേരളത്തോടും അതുപോലെ തന്നെ ജനങ്ങളോടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുമുള്ള എതിർപ്പ് അദ്ദേഹം അത് എന്താണ് വഴിഞ്ഞു പൊങ്ങിയത് വന്നതാണ്. എന്തായാലും വസ്തുതകളെ മറച്ചു പിടിക്കുന്ന ഒരു സാമ്പത്തിക മായാജാലമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് എന്നത് കൃത്യമായി അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറയട്ടെ, ഈ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് തുടക്കം കുറിക്കാൻ കിഫ്ബി പദ്ധതി വളരെ സഹായമായിട്ടുണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിട്ടുള്ള പല പദ്ധതികളും കിഫ്ബിയിലൂടെയാണ് നടപ്പാക്കിയത്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ അടിസ്ഥാന വികസനത്തിന് ചാലകശക്തിയായി മാറിയ കിഫ്ബിയെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യം ഇത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ നാടിനെ തീരെഴുതി കൊടുക്കാനുള്ള പ്രവർത്തനമായിട്ടേ നമുക്കിത് കാണാൻ കഴിയും. നോക്കൂ, ഒരു കാര്യം വളരെ അടിസ്ഥാനപരമായി ഇന്ത്യ രാജ്യത്ത് ഇല്ലാത്ത, പല രാജ്യത്തും ഇല്ലാത്ത ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റിയ അതിൻ്റെ ആ മെച്ചപ്പെട്ട വശം കാണാനും അത് കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്താനും ഒരു നടപടിയും ഈ ബഡ്ജറ്റിലില്ല എന്ന് പറഞ്ഞാൽ ഇത് സാധാരണക്കാരെ സംരക്ഷിക്കുന്ന ബഡ്ജറ്റാണെന്ന് ആർക്കെങ്കിലും വിലയിരുത്താനാകുമോ? അത് മാത്രമല്ല, ഇതൊക്കെ സത്യത്തിൽ ഒരു കുശുമ്പ് ഈ ബഡ്ജറ്റിൽ തേട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ച് കുശുമ്പെന്ന് പറഞ്ഞ പാലക്കാട് ഭാഷയാണ്, കുനിഷ്ട് എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് അസൂയ. കറക്റ്റ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു വീട് കിട്ടുമെന്നൊരു കാഴ്ചപ്പാടോടുകൂടി വളരെ പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരുടെ ആ ആഗ്രഹങ്ങൾ തന്നെ ഈ ഗവൺമെൻറ് തകർത്തില്ലേ? ലൈഫ് ഇല്ലാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. എന്തായാലും ഈ പാർപ്പിട സ്വപ്നങ്ങൾക്ക്, പാവപ്പെട്ടവൻ്റെ പാർപ്പിട സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒന്നാണ് ഈ ലൈഫ് പദ്ധതി. അത് അവരോട് കാണിക്കുന്ന ഒരു ക്രൂരത ഇവരനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് പുനഃസ്ഥാപിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മുമ്പെങ്ങുമില്ലാത്ത വിധം സമ്പദ് വ്യവസ്ഥയെ സ്വകാര്യവൽക്കരിക്കാനുള്ള പ്രവർത്തനം ഈ ബഡ്ജറ്റിലുണ്ട്. അത് തീവ്ര വലതുപക്ഷ നയങ്ങളാണ് രാജ്യത്ത് അതിൻ്റെ പ്രതിഫലനമുണ്ടാകുക എന്ന തിരിച്ചറിവ് അറിയാണ്ടായിരിക്കാനൊന്നും വഴിയില്ല അദ്ദേഹത്തിന്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അവരുടെ വലയിൽ പോയി കുടുങ്ങുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്ന് ബഡ്ജറ്റിൽ നമുക്ക് തെളിഞ്ഞു കാണാം. സകലതും
സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതേ പാതയിലാണ് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പോകുന്നത് എന്നത് ഏറെ ദുരൂഹമാണ്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി കേരളം ചർച്ച ചെയ്യുന്നുണ്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. കടലും കരയും ആകാശവും കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്താൽ ഇനി ഡാം മാത്രമല്ല, ഇത് കര കടൽ ആകാശം ഇത് പോയാൽ അതിനിടയിൽ 2-3 സാധനമുണ്ട്. അതുകൂടി തൂക്കി വെക്കാൻ അത് വല്ല കുടത്തിലോ പാത്രത്തിലോ ആക്കിയിട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏതറിയോ 2 കാര്യം: ഒന്ന് മേഘങ്ങൾ, 2 വീശിയടിക്കുന്ന കാറ്റ്. ഇത് രണ്ടും വല്ല കുപ്പിയിലാക്കിയിട്ടോ കുടത്തിലാക്കിയിട്ടോ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി ആലോചിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അതും കൂടി എന്തേ ആലോചിച്ചില്ല എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അതുകൂടി ആലോചിക്കാമായിരുന്നു. എന്തായാലും ഈ കേരളത്തെ മാത്രമല്ല, മൂപ്പര് ഈ കാര്യത്തെക്കുറിച്ച് ടി വിയിലൊക്കെ സംസാരിക്കുമ്പോൾ പറയാണ്, ഇവിടെ നമുക്ക് എൻജിനീയറിംഗ് പഠിച്ചവർക്ക് തൊഴിൽ കൊടുക്കണ്ടേ? ഈ മെക്കാനിക്കൽ എൻജിനീയറിംഗ്, ഇലക്ട്രിക് എൻജിനീയറിംഗ് പഠിച്ചവർ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിൽ ഇത് നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് ഇത് പെട്ടെന്ന് തൊഴിൽ കിട്ടും. നിൽക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു പോകുന്നത്. അപ്പോൾ എത്ര മിനിറ്റ് ഓരോരുത്തർക്ക് കൊടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ തൊഴിൽ കിട്ടുമെന്നുള്ളതാണ്. ഇതൊക്കെ സ്വകാര്യവൽക്കരണം നടന്ന നമ്മുടെ മാഷ് പറഞ്ഞ പോലെ, രവീന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ സ്വകാര്യവൽക്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മാറിയിട്ടുള്ള ഒരു അനുഭവം ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലാഭം കൊള്ള ലാഭം. ആ ലാഭത്തിൽ വെക്കുമ്പോൾ ഈ മലയാളികൾക്ക് പണി കൊടുക്കലാണ് അവരുടെ പണി. എന്തായാലും ദയവ് ചെയ്തിട്ട് വലിയ ഗുരുതരമായ ആപത്തിൽ പോയി ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ പറഞ്ഞു ഇവർ? ഇന്ദിരാ ഗ്യാരണ്ടി, ഇന്ദിരാ പ്രിയദർശിനി ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞ കാര്യം രാജ്യത്ത് നടപ്പാക്കിയിട്ടില്ല. ഗരീബ് ഘടാവോ. ഇപ്പോൾ 105ാമത്തെ സ്ഥാനത്ത് എന്തുവാണ് ഇന്ത്യ രാജ്യം. അതുപോലെ തന്നെ പിന്നെ അധികാരം കിട്ടുന്നത് വരെ ഇന്ദിരാ ഗ്യാരണ്ടിയും കിട്ടിക്കഴിഞ്ഞപ്പോൾ നോ ഗ്യാരണ്ടിയാണ്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒളിപ്പിച്ചു വെച്ച വിസ്മയം. ഇതിപ്പോൾ നമുക്കിപ്പോൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. ഇത് ഞാൻ ഒരു കാര്യം ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ സാറ് ഇവിടെ പറയുന്നത് കേട്ടു. പറയുന്നത് മാത്രം ചെയ്യുന്നതാണ് ഇത്രയും മോദി, ചെയ്യുന്നതേ പറയുള്ളൂ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഭയങ്കരമായിട്ടല്ലേ പറഞ്ഞത്? എല്ലാവരുടെയും അക്കൗണ്ടിൽ ജൻധൻ അക്കൗണ്ട് 15 ലക്ഷം റുപ്യ നിക്ഷേപിക്കും. 15 പൈസ ആരുടെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഇനി അത് മാത്രമാണോ? പ്രതിവർഷം 2 കോടി പറഞ്ഞല്ലോ, പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ. അങ്ങനെയാണെങ്കിൽ 2014 ശേഷം 12 വർഷക്കാലത്തിനുള്ളിൽ 24 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാകണ്ടേ? ഈ ഇന്ത്യ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ മാറില്ലേ? ചെയ്തോ? ഇനി അടുത്തൊന്നുകൂടി പറയാ, ലോകത്തെ ഞെട്ടിക്കുന്നത് അദ്ദേഹം പോലും മറന്നിട്ടുണ്ടാകും, പക്ഷെ ഞങ്ങൾ മറന്നിട്ടില്ല. എന്താ കാര്യം അറിയോ? അമേരിക്കൻ ഡോളറിന് അന്ന് 48 ഉറുപ്പ്യ കൊടുക്കണം. ഞാനത് ഒപ്പം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം എന്താണ് 97 ഉറുപ്പ്യ കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചു മോദി ഭരണം. എന്നിട്ട് ഇവിടെ നിയമസഭയിലത് താങ്കൾ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളല്ലേ, പറയുന്നത് മാത്രം ചെയ്യുകയും ചെയ്യുന്നത് മാത്രം. ഞാനിത് പറയുന്നത് മോദിയും അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ വി.ഡി. സതീശനും ഒരേ തട്ടിൽ ആകുന്നത് ഒരു ശരിയല്ല. മറ്റൊന്ന് പറയട്ടെ, ഈ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വൻതോതിൽ വെട്ടിക്കുറച്ചിട്ട് പിന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വരുമാനത്തിൽ 600 കോടി ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിന് ആലോചിക്കാൻ മറ്റെന്തെങ്കിലും ഉദാഹരണം വേണോ നാട്ടിൽ? ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ട്, ജനം. അല്ലാതെ ഞങ്ങൾ എത്ര ഓരോരുത്തർ ഈ വീമ്പ് പറയുന്ന ഈ ഗവൺമെൻറ്. ആ മറ്റൊരു രാജ പോയിട്ടാണ് വേറൊരു രാജ ഇവിടെ തിരഞ്ഞെടുത്തത്. ഊഴലും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ. നിങ്ങൾക്ക് തമിഴ് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചേർന്ന്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഭരണം പോയി. ഞാൻ അദ്ദേഹത്തോട് പറയാനുള്ളത് ഒന്നാണ്, പിന്നെ 5 വാഴ്ന്നത് പോതിൻ രാജ, ആറ്റുവെള്ളം പോലെ ഇത് ഓട് രാജ. നിങ്ങളുടെ ഗവൺമെൻറ് വന്നിട്ടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഈ ഗവൺമെൻറ്, ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലക്കാലം ഭരിച്ച പിണറായി സർക്കാരിനെതിരായിട്ട് ഒരു അഴിമതി ആരോപണം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പറയുകയാണ്. ഞാൻ ഒറ്റ വാചകത്തിൽ ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പിന്നെ ഇത് എൻ്റെ നാട്ടിലൊരു കഥയുണ്ട്. കഥ വേറൊന്നുമല്ല, മകൾക്ക് കല്യാണം ഉറച്ച് കല്യാണം നടത്താൻ വഴിയാതെ ഏകദേശം നാളുകൾ അടുക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ 10 കൊല്ലം മുമ്പ് കാണാതായ
സഹോദരൻ അവിടെ വന്ന് സമയം സ്പീക്കർ തന്നെ അവിടെ മാർക്കാണ്. നിങ്ങളൊന്ന് കേക്ക്, ആ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കഥയാണെന്ന്, അതൊന്ന് കേക്ക്. അപ്പൊ എന്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോ കല്യാണത്തിന് വഴിയില്ല, ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞു വേണം ഇത് പറഞ്ഞത് അവസാനിപ്പിക്കുക. ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോ 10 കൊല്ലം അവിടെ 4 മിനിറ്റ് പോയ സഹോദരൻ, നിങ്ങൾ എന്നെ കഥ തെറ്റിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. അപ്പോ അവൻ വന്നു ഇവിടെ, സഹോദരി വല്ലാത്ത ദുഃഖത്തിലും അതുപോലെ തന്നെ പ്രയാസത്തിലിരിക്കും. സമയം കഴിഞ്ഞു പറയട്ടെ മാഡം, പറയാൻ. അപ്പൊ ഞാൻ ഒറ്റ മിനിറ്റ് മതി, ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോ എന്താ നീ ബുദ്ധിമുട്ട് പ്രയാസത്തിലിരിക്കണം, അപ്പൊ മകളിനെ കെട്ടിച്ചു കൊടുക്കാനാണ്, നിവൃത്തിയില്ല, പറയാനും വിടുന്നില്ലല്ലോ. അപ്പൊ വിദ്യാ ബാലകൃഷ്ണൻ നീ കഥ